നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം നോക്കിയത്. ഇന്ന് നമുക്ക് 4-ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ന കർമ്മണാമനാരംഭാൻ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാമനാരംഭാൻ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മണാം അനാരംഭാത്, കർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട്, പുരുഷ ഒരു മനുഷ്യൻ, ഒരുവൻ, നൈഷ്കർമ്മ്യം ന അശ്നുതേ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല, അതായത് ആ ബ്രഹ്മനിഷ്ഠയെ പ്രാപിക്കുന്നില്ല. സന്യസനാദ് ഏവ, സന്യാസം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം, സിദ്ധിം ന സമധിഗച്ഛതി, ഈ നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ആ സിദ്ധിയെ ന സമധിഗച്ഛതി പ്രാപിക്കുന്നുമില്ല. ഇവിടെ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ സ്പർശമൊന്നുമില്ലാത്ത ആ സ്ഥിതപ്രജ്ഞത, അതിനാണ് നൈഷ്കർമ്മ്യം അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊക്കെ പറയുന്നത്. അതായത് നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. അത് ആർക്കും സാധിക്കൂല. അത് ഈ നൈഷ്കർമ്മ്യ സിദ്ധി അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞത എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ, നമുക്ക് ചെയ്യേണ്ട കുറെ കർത്തവ്യങ്ങളുണ്ട്, ഇതൊക്കെ ചെയ്യാതിരുന്നാൽ അത് ലഭിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതായത് നമ്മൾ കർത്തവ്യങ്ങൾ, നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, അത് ചെയ്യാതെ നമ്മൾ അതൊന്ന് ഒഴിഞ്ഞു മാറിയാൽ നമ്മുടെ ഈ കർമ്മ ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. പിന്നെ എപ്പോഴാണ് ലഭിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഉള്ളിൽ ആ തത്വബോധം അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ ആ സമത്വ ബുദ്ധി, ഇതൊക്കെ മനസ്സിൽ വളർത്തിയെടുത്ത് സ്വന്തം ധർമ്മമാണ് എന്ന് വിചാരിച്ച് നമ്മുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടിയാൽ മാത്രമേ ഈ നൈഷ്കർമ്മ്യ സിദ്ധി അല്ലെങ്കിൽ ഈ സ്ഥിതപ്രജ്ഞത എന്ന അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ അർജുനനോട് പറയാണ്, അർജുനൻ ഇനിയിപ്പോൾ ലക്ഷ്യമാക്കുന്നത് ഈ ബ്രഹ്മ സിദ്ധിയാണ് എന്ന അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവനവന്റെ കർമ്മമൊക്കെ അവസാനിപ്പിച്ച അതൊരിക്കലും ആ സിദ്ധിക്ക് പ്രയോജനമായിരിക്കില്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. എന്നാൽ നമുക്ക് വേണ്ട വിധത്തിലെ കർമ്മം അനുഷ്ഠിക്കുന്നത് ആ നൈഷ്കർമ്മ്യ സിദ്ധിക്ക് പ്രയോജനമാവുകയും ചെയ്യും. ഇന്ന് പലരും തൻ്റെ കർത്തവ്യങ്ങളൊക്കെ മറന്നിട്ട് സന്യസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സിദ്ധിയും ലഭിക്കും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ആ മനസ്സിനെ എല്ലായിടത്തും നിസ്സംഗമാക്കി മനസ്സിനെ നമ്മുടെ വരുതിയിൽ നിർത്തി കർമ്മഫലേച്ഛ കൂടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ആരാണോ കർമ്മം ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ, അതായത് നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം. നഹി കശ്ചിൽ ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. നഹി കശ്ചിൽ ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. എന്തുകൊണ്ടെന്നാൽ കശ്ചിത് ജാതു അപി അകർമ്മകൃത് ന തിഷ്ഠതി, ആരും തന്നെ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാത്തവരായിട്ട് അല്ലെങ്കിൽ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല. സർവഃ ഹി പ്രകൃതിജൈർഗുണൈഃ, എല്ലാവരും തന്നെ ഈ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്ന ഗുണങ്ങളെ കൊണ്ട് അവശ കർമ്മ കാര്യതേ, അവശരായിട്ട് കർമ്മം ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളും ഒരു നിമിഷം പോലും കർമ്മം ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കുന്നില്ല. സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഈ ത്രിഗുണങ്ങളാണ് പ്രകൃതിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്.
ഇതിന് ഇവിടെയുള്ള എല്ലാവരും അടിമയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇന്നതൊക്കെയാണ് കർത്തവ്യം എന്ന് വെച്ചിട്ടുണ്ട്. ആ കർത്തവ്യം അയാൾ ചെയ്യാതിരുന്നാൽ അയാൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഒരു സഹജമായിട്ടുള്ള ചില വാസനകളുണ്ട്, അത് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് ഈ പ്രകൃതിയിലെ 3 ഗുണങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയും എനിക്ക് നടക്കാൻ വയ്യ, അത് നമ്മുടെ കർമ്മമാണല്ലോ നടന്നു പോവാന്നുള്ളത്. അപ്പൊ ഞാനൊരു ഓട്ടോ വിളിച്ചു അല്ലെങ്കിൽ ഒരു കാറ് വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ഒന്നും ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ ആ വണ്ടി യാത്ര ചെയ്യുന്ന ഗതിക്കനുസരിച്ച് നമ്മളും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഗതി അനുസരിച്ച് നമ്മളും ചലിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കർമ്മവും ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും എന്തിനു പറയുന്നു, നമ്മൾ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലും ഒരു കർമ്മമാണ് എന്ന് വെച്ചാൽ അയാൾക്ക് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യാതെ, അതായത് നിഷ്കർമ്മിയായിട്ട് ജീവിക്കാൻ സാധിക്കുക? അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മളെല്ലാവരും ഈ പ്രകൃതിയിലുള്ള സത്വരജസ്തമസ്സുകളാകുന്ന ഗുണങ്ങൾക്ക് അധീനരാണ്, അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളിൽപ്പെട്ട് അവശരായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് ഉള്ളിലുള്ള ആ ഗുണങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള കർമ്മങ്ങളെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മളൊന്നും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതൊന്നും എന്ന് വരും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഏത് ഗുണമാണോ അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ സ്വഭാവം. ഇവിടെ അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനന് രജോ ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ രജോ ഗുണത്തിൻ്റെതായിട്ടുള്ള ആ യുദ്ധം ചെയ്യല് ഇത് അഭ്യസിച്ചിട്ടുമുണ്ട്. അപ്പോൾ അർജുനന്റെ ആ ഗുണത്തില് സത്വഗുണം പ്രധാനമായി തീരാൻ ഇനിയും കാലം വേണം. ഇവിടെ അർജുനൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അർജുനൻ ലക്ഷ്യബോധത്തോടെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ രജോ ഗുണത്തിൻ്റെതായിട്ടുള്ള ആ യുദ്ധവാസന അത് ധർമ്മമാർഗത്തിലേക്ക് നയിച്ചാൽ മാത്രമേ സത്വഗുണ പ്രധാനിയാകാൻ സാധിക്കുള്ളൂ. അവസാനം ആ ഗുണത്തിൽ നിന്നും ബന്ധം നീക്കിയിട്ട് നൈഷ്കർമ്മ്യ സിദ്ധിയിൽ എത്തണം. എന്നാൽ ഇപ്പോൾ അർജുനൻ തൻ്റെ രജോ ഗുണത്തിനനുസരിച്ച് യുദ്ധം ചെയ്യാതെ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു പോയാൽ സ്വധർമ്മം ചെയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിലുള്ള തമോ ഗുണത്തിന് ശക്തി കൂടും. അതുകൊണ്ടാണ് അർജുനനോട് സ്വന്തം കർമ്മം ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ശ്ലോകത്തിലും പറയേണ്ട സ്വന്തം കർത്തവ്യം ചെയ്തുകൊണ്ട് വേണം ആത്മസാക്ഷാത്കാരം നേടാൻ എന്ന്. ഇനി അടുത്ത ശ്ലോകത്തില് കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യത്തെ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യത്തെ. യ വിമൂഢാത്മാ, ഏതൊരു വിമൂഢധിയാണോ വിഡ്ഢിയാണോ കർമ്മേന്ദ്രിയാണി സംയമ്യ, കയ്യ് കാല് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് മനസാ ഇന്ദ്രിയാർത്ഥാൻ സ്മരൻ ആസ്തേ, മനസ്സുകൊണ്ട് ഈ ഇന്ദ്രിയ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത് സ മിഥ്യാചാര ഉച്യത്തെ, അവനെ മിഥ്യാചാരൻ എന്ന് വിളിക്കുന്നു. അതായത് ചില ആൾക്കാർക്ക് ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ഞാൻ നിഷ്കർമ്മിയാണ് എന്ന് വിചാരിക്കും. അവരുടെ കർമ്മം ശരീരത്തിലേക്ക് ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഇതിന് കേന്ദ്രമായിട്ടുള്ള ഈ കർമ്മം ചെയ്യാൻ മനസ്സാണല്ലോ തോന്നിക്കുക. ആ മനസ്സിൽ നിന്ന് ആ കർമ്മം ഒട്ടും പോയിട്ടും ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് ആ കർമ്മത്തിനെയും അതിലുണ്ടാവുന്ന വിഷയങ്ങളെയൊക്കെ അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ശരീരം കൊണ്ട് അത് കാണിക്കുന്നില്ല എന്ന് മാത്രം. ഈ ആൾക്കാർ അവരെ നിഷ്കർമ്മി എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല. അവരെയാണ് മിഥ്യാചാരൻ, അതായത് കപടമായിട്ട് നടിച്ചു നടക്കുന്നവൻ, ഞാൻ നിഷ്കർമ്മിയാണ് എന്ന് കപട നാട്യം നടത്തുന്ന ആള് എന്നാണ് അവരെ പറയുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ കർമ്മവാസനകളൊന്നും ക്ഷയിക്കാതെ നമുക്ക് ഈ ആത്മധ്യാനത്തിൽ മനസ്സുറക്കില്ല. അപ്പോൾ തൻ്റെ കർമ്മവാസന നശിക്കാത്ത ഒരാൾ ധ്യാനിച്ചിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ആ കർമ്മവാസനയ്ക്ക് അനുരൂപമായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് മുഴുവനും.
അതുമാത്രം അയാൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നുള്ളൂ. അങ്ങനെയുള്ള ഒരാള് തൻ്റെ പുറത്തുള്ള ഈ കർമ്മങ്ങൾ, ബാഹ്യകർമ്മങ്ങളൊക്കെ ഞാൻ നിയന്ത്രിച്ച്, എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് കേവലം അയാളുടെ ഒരു ബാഹ്യ പ്രകടനം മാത്രമായിരിക്കും. യഥാർത്ഥമായിട്ടുള്ള പരിത്യാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവരെ കപട നാട്യക്കാര്, കപട സന്യാസികളൊക്കെ ആയിട്ട് നടക്കുന്നവര് ഇങ്ങനെയുള്ളവരാണ്. എന്നാൽ യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വന്തം കർമ്മവാസനയ്ക്ക് അനുസരിച്ച് സ്വന്തം ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ സത്വഗുണം കൂടി ഉയർന്നുയർന്നു വരും. അങ്ങനെ പതുക്കെ നൈഷ്കർമ്മ്യ സിദ്ധിയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. തൽക്കാലം നമുക്ക് ഇന്നിവിടെ നിർത്താം. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ